സിധുവിന്റെയും നീലിമയുടെയും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ നീലിമ ഉണർന്ന് എണീക്കുന്ന സമയത്ത് സിദ്ധാർത്ഥനെ കാണുന്നു. എവിടെ പോയതാണെന്നും ഇത്രയും പ്രധാനപ്പെട്ട ദിവസമായിട്ടും സിദ്ധു അത് മറന്നു പോയോന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് കേട്ടോ നീലിമ എഴുന്നേക്കുന്നത്. അപ്പോഴേക്കും ഡോർ തുറന്നിട്ട് സിദ്ധാർത്ഥ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. സിദ്ധാർത്ഥിനെ കണ്ടുടനെ തന്നെ നീലിമ ചോദിക്കുകയാണ്, നിങ്ങളെ എവിടെ പോയതായിരുന്നു എന്നുള്ള കാര്യം കേട്ടോ. ഓഫീസിലെ പ്രധാനപ്പെട്ട ചില ഫയലുകൾ സൈൻ ചെയ്യാനുണ്ടായിരുന്നു, അതുകൊണ്ട് അത് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ട് വന്നതാണ്. പിന്നെ എനിക്ക് ഇവിടെയും പ്രധാനപ്പെട്ട കാര്യമുണ്ടല്ലോ, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വേഗം ഓടി വന്നതെന്നുള്ള കാര്യം പറയുമ്പോഴേക്കും നീലിമ ഇങ്ങനെ നോക്കി നിൽക്കുവാണ് കേട്ടോ. അത് കണ്ട് സിദ്ധാർത്ഥ് ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇങ്ങനെ നോക്കുന്നത് എന്നുള്ള കാര്യം. അതൊന്നുമല്ല, ഞാൻ വിചാരിച്ചു സിദ്ധാർത്ഥ് ഇന്നത്തെ കാര്യം മറന്നുപോയി എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അതെങ്ങനെ നീലിമ ഞാൻ മറക്കുന്നത്? ഇന്ന് നമ്മുടെ കുഞ്ഞിന്റെ ആദ്യത്തെ ചെക്കപ്പ് അല്ലേ, അപ്പോ നമ്മൾ രണ്ടുപേരും ഒരുമിച്ചല്ലേ പോകേണ്ടത്, അതുകൊണ്ട് നീ വേഗം റെഡി ആയിക്കോ എന്നുള്ള കാര്യം നീലിമയുടെ അടുത്ത് പറയാണ് കേട്ടോ. ഇത് നീലിമയുടെ മാത്രം കാര്യമല്ല എന്നും നീലിമ മാത്രമല്ല പ്രഗ്നന്റ്, നമ്മളാണ് പ്രഗ്നന്റ് എന്നുള്ള കാര്യം കൂടി നമ്മുടെ സിദ്ധു പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ കേൾക്കുമ്പോൾ നീലിമയ്ക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാവാണ്. അങ്ങനെ രണ്ടുപേരും കൂടി റെഡി ആയിട്ട് ഹോസ്പിറ്റലിൽ പോവാണേ. ഡോക്ടറെ അടുത്തേക്ക് പോകുന്ന സമയത്ത് ഡ്രൈവറുടെ അടുത്ത് കാർ പതുക്കെയൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ട് നല്ല ശ്രദ്ധയോട് കൂടിയിട്ടാണ് കേട്ടോ നീലിമയെ സിദ്ധാർത്ഥ് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്. പിന്നെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ നേരം വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നും വന്നിട്ടില്ല. കാരണം സിദ്ധാർത്ഥിന്റെ സ്വാധീനം ഉപയോഗിച്ച് അവർക്ക് നേരത്തെ തന്നെ ഡോക്ടറെ കാണാൻ വേണ്ടി പറ്റി. ഡോക്ടർ പരിശോധിച്ചതിന് ശേഷം പറയുന്നത് കുഞ്ഞ് നല്ല ഹെൽത്തിയാണ് എന്നുള്ള കാര്യത്തെ കുറിച്ചാണേ. എന്നാൽ നീലിമയ്ക്ക് നല്ല റെസ്റ്റ് വേണമെന്ന് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. നല്ല ഫുഡുകളൊക്കെ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതും ഹെൽത്തി ഫുഡ്സ് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞിന് യാതൊരു കുഴപ്പമുണ്ടാവില്ല എന്നുള്ള കാര്യം പറയാൻ കേട്ടോ. കാരണം നീലിമയ്ക്ക് നല്ല വോമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും നീലിമ കുഞ്ഞിന് വേണ്ടിയിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് കുഞ്ഞ് ഇത്രയും ഹെൽത്തി ആയിട്ട് നിൽക്കുന്നത്. നീലിമയുടെ ആദ്യത്തെ പ്രസവത്തിലാണെന്നുണ്ടെങ്കിൽ നീലിമയ്ക്ക് ഒരുപാട് കഷ്ടതകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് നീലിമയെ സപ്പോർട്ട് ചെയ്യാനോ ഒന്നിനും ആരും കൂടെ ഉണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ നീലിമയ്ക്ക് വിശ്വസിക്കാൻ വേണ്ടി പറ്റാത്തതുകൊണ്ട് വീണ്ടും ഡോക്ടറെ അടുത്ത് ആ കാര്യം ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്റെ കുഞ്ഞ് ഓക്കെ ആണോ എന്നുള്ള കാര്യത്തെ കുറിച്ച് കേട്ട ഉടനെ തന്നെ ഡോക്ടർ പറയുന്നുണ്ട്, അതെ മാഡം, കുഞ്ഞ് നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്നു എന്നുള്ള കാര്യം. അത് കേട്ട ഉടനെ തന്നെ സിദ്ധവും പറയുന്നുണ്ട് കേട്ടോ, സൂപ്പർ നീലിമ, തനിക്ക് ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടും നീ കുഞ്ഞിന് വേണ്ടിയിട്ട് ഭക്ഷണം കഴിച്ച് കുഞ്ഞ് ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്നുണ്ടല്ലോ, ഇനിയും ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്നും അത് മാത്രമല്ല കൂടുതൽ കാര്യങ്ങളൊന്നും ആലോചിച്ചിട്ട് വെറുതെ ടെൻഷൻ അടിക്കാൻ നിൽക്കണ്ട എന്നുള്ള കാര്യം കൂടി പ്രത്യേകമായിട്ട് സിദ്ധു പറയാണ്. അങ്ങനെ ഡോക്ടറെ അടുത്ത് നിന്ന് നീലിമയെ എഴുന്നേക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ സിദ്ധു. അത് കഴിഞ്ഞ് സിദ്ധു നീലിമയുടെ ചെവിക്ക് അരികിലേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് നമ്മുടെ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് തിരക്കായി എന്നും ഒരു ദിവസം പോലും വെയിറ്റ് ചെയ്യാൻ വയ്യ എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും നമ്മുടെ നീലിമയാണെന്നുണ്ടെങ്കിൽ ചെറു പുഞ്ചിരിയോട് കൂടിയിട്ട് സിദ്ധുവിന്റെ അടുത്ത് പറയാം, ഇനി കുറച്ചും കൂടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞ് നമ്മുടെ അരികിലേക്ക് വരില്ലേ, ഇനി ഡാഡിയുടെ റെസ്പോൺസിബിലിറ്റീസ് കൂടിയെന്നും രണ്ടുപേരെയാണ് ഇനി നോക്കണ്ടേന്നൊക്കെ നീലിമ ഇങ്ങനെ ചെറു പുഞ്ചിരിയോട് കൂടി പറയാണ്. അങ്ങനെ അവർ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് നമ്മുടെ സിദ്ധുവിന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു. നീലിമയോട് അവിടെ നിൽക്കാൻ വേണ്ടി പറഞ്ഞ് സിദ്ധു ഫോണും കൊണ്ടുപോയി കുറച്ച് ദൂരെ നിന്നാണ് ഇരിക്കുന്നത്. എന്തോ കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യമാണെന്ന് തോന്നുന്നു. നീലിമ കേൾക്കണ്ട, സങ്കടപ്പെടേണ്ട എന്നുള്ള കാര്യം വിചാരിച്ചുകൊണ്ട് തന്നെയാണ് സിദ്ധു അവിടെ നിന്ന് മാറി നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ നീലിമയാണെന്നുണ്ടെങ്കിൽ ദൂരെയെങ്കിലും പോരുത് എന്നുള്ള കാര്യം സിദ്ധു പ്രത്യേകം പറഞ്ഞത് കൊണ്ട് തന്നെ അവിടെ കുറച്ച് പൂന്തോട്ടങ്ങളും പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നോക്കിക്കൊണ്ട് നീലിമ അവിടെ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോഴാണ് ആരോ നടന്നു വരുന്നത് പോലെ നീലിമയ്ക്ക് തോന്നുന്നത്. ആരോ വരുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നീലിമ തിരിഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അവിടെ രണ്ട് ബ്ലാക്ക് കാറ്റ്സിനെയാണ് കാണുന്നത്. അവിടെ എന്തോ മോശമായിട്ടുള്ള കാര്യം സംഭവിക്കാൻ വേണ്ടി പോവോ എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് നീലിമ അവിടെ നിന്ന് പോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോഴാണ് നീലിമയ്ക്ക് അരികിലേക്ക് ഗീത വരുന്നത് നീലിമ കാണുന്നത്. നീലിമ ഗീതയെ കാണുന്നതും ആകെ ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നീലിമയെ കണ്ട ഉടനെ തന്നെ സുഖവിവരങ്ങൾ അന്വേഷിക്കാനാട്ടോ ഗീത ചെയ്യുന്നത്. അല്ല നീലിമ, നിന്നെ കുറെ നാളെ ഞാൻ കാണണമെന്ന് വിചാരിക്കുന്നു, നിനക്ക് സുഖല എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. പക്ഷെ അതൊരു ദേഷ്യഭാവത്തോട് കൂടിയിട്ടാണ് ചോദിക്കുന്നത്. സാധാരണ പോലെ തന്നെ നീലിമ മറുപടി പറയുന്നുണ്ട്, സുഖാണ് മാഡം, മാഡത്തിനോ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഗീതയാണെങ്കിൽ മനസ്സ് ചിന്തിക്കുന്നത്, നീലിമയുടെ അടുത്ത് അന്ന് അത്രയും പറഞ്ഞതാണല്ലോ മകനെ വിട്ട് പോകാൻ വേണ്ടിയിട്ട്, എന്നിട്ടും അവൾ തിരികെ വന്നിരിക്കുന്നു. അവളുടെ ധൈര്യം ഭയങ്കരം തന്നെയാണ്. ഗീത പലതവണ കാണാൻ വേണ്ടിയിട്ട് വിചാരിച്ചിട്ടുണ്ടെങ്കിലും നീലിമയെ പല സാഹചര്യങ്ങൾ കാരണം കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നില്ല കേട്ടോ. തുടർന്ന് നീലിമയുടെ അടുത്ത് പറയുന്നുണ്ട്, നീലിമ, എന്റെ മകനെ വിട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞതല്ലേ, വീണ്ടും വീണ്ടും തിരികെ നീ ചുറ്റിത്തിരിഞ്ഞ് എന്തിനാണ് അവന്റെ അരികിലേക്ക് വരുന്നത്? അതുകൊണ്ടാണ് എനിക്ക് നിന്നെ വീണ്ടും കാണേണ്ടി വരുന്നത്. ഞാനിനി വെറുതെ പറയത്തില്ല, എന്താണ് എന്നെ കൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ള കാര്യം ഞാൻ നിന്നെ കാണിച്ചു തരുന്നൊക്കെ പറഞ്ഞ ഒരു ഭീഷണി സ്വരത്തിലാണ് ഗീത പറയുന്നത്. ഇത് കേട്ട ഉടനെ തന്നെ നീലിമ ഗീതയുടെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ, ആന്റി, നിങ്ങളന്ന് പറഞ്ഞ ഉടനെ തന്നെ ഞാൻ സിദ്ധാർത്ഥിന്റെ അരികിൽ നിന്ന് പോകാൻ വേണ്ടി ശ്രമിച്ചതാണ്. അന്ന് ഹലോ മോട്ടോ, അന്ന്
ഞാനും സിദ്ധാർത്ഥുമായിട്ട് നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. എന്റെ മനസ്സിൽ എന്റെ കുഞ്ഞും അവന്റെ ഭാവിയും കാര്യങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് മാത്രമല്ല, സിദ്ധാർത്ഥ് തനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ. തന്നെ സഹായിച്ച ഒരാളെ ഒരിക്കലും ഉപദ്രവിക്കരുത്, ഞാൻ കാരണം അവർക്കൊരു പ്രശ്നം ഉണ്ടാവരുതെന്ന് കരുതിയത് കൊണ്ടാണ് അന്ന് നിങ്ങൾ പറഞ്ഞ ഉടനെ തന്നെ ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. എന്നാൽ ഇന്നത്തെ സാഹചര്യം അങ്ങനെയല്ല. ഇന്ന് സിദ്ധാർത്ഥ് എന്നെയും ഞാൻ സിദ്ധാർത്ഥിനെ തിരിച്ച് സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നീലിമ തുറന്ന് പറയാം. അപ്പോഴേക്കും ഗീതയുടെ മുഖഭാവമൊക്കെ മാറിയിട്ട് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് നന്നായിട്ട്. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എന്റെ മകൻ പെർഫെക്റ്റ് ആണ്, നീ വെറുതെ ഇല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കുകയാണ് എന്നുള്ള രീതിയിലൊക്കെ ഗീത പറയാണ് കേട്ടോ ചെയ്യുന്നത്. മാഡത്തിനെ എതിർത്ത് സംസാരിക്കുകയാണെന്നുള്ള കാര്യം കരുതരുത് എന്ന് പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥ് തന്നെയും താൻ സിദ്ധാർത്ഥിനെ സ്നേഹിക്കുന്നുണ്ട്. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. എനിക്ക് ഒരിക്കലും മാഡത്തിന്റെ അടുത്ത് കള്ളം പറയേണ്ട കാര്യമില്ല. സിദ്ധാർത്ഥിന്റെ കുഞ്ഞ് തന്റെ വയറ്റിൽ വളരുന്നു എന്നുള്ള കാര്യം നീലിമ സിദ്ധാർത്ഥിന്റെ അമ്മയുടെ അടുത്ത് തുറന്നു പറയാണ്. ദയവേദി ഞങ്ങളെ വിശ്വസിക്കുകയും ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി അനുവദിക്കുകയും ചെയ്യണോ എന്നുള്ള കാര്യമൊക്കെ കൈകൂപ്പിയും കൊണ്ടാണ് കേട്ടോ ഗീതയുടെ അടുത്ത് നീലിമ പറയുന്നത്. എന്നാ ഇത് കേട്ട ഗീതയുടെ അവസ്ഥയാണെന്നുണ്ടെങ്കിൽ കണ്ണിലൊക്കെ ആകെ ഇരുട്ട് കയറുന്നത് പോലെയാണ് കേട്ടോ തോന്നുന്നത്. സിദ്ധാർത്ഥ് ആരോ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അവർക്ക് അറിയാമായിരുന്നു. അവന്റെ വിവാഹം നല്ല രീതിയിൽ നടന്നു കാണണം എന്നുള്ള കാര്യം ആ അമ്മ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് നീലിമയാണെന്നുള്ള കാര്യം അറിഞ്ഞപ്പോഴേക്കും അവരുടെ സന്തോഷം മൊത്തം പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. സിദ്ധാർത്ഥ് ഒരു പണക്കാരി പെൺകുട്ടിയാണ് വീട്ടിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു ചിന്തയിലായിരുന്നു ഗീത ഉണ്ടായിരുന്നത്. എന്നാ നീലിമ ആണെന്ന് ഇപ്പോ അവരറിഞ്ഞല്ലോ. അത് അവർക്കൊരിക്കലും ശരിക്കും താങ്ങാൻ വേണ്ടി പറ്റാത്തൊരു കാര്യമാണ്. അത് മാത്രമല്ല, സിദ്ധാർത്ഥ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുള്ള കാര്യം അവർ മനസ്സിൽ പോലും വിചാരിച്ചില്ല. തന്റെ സ്വപ്നങ്ങൾക്ക് എതിരായിട്ടാണല്ലോ സിദ്ധാർത്ഥ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ നീലിമ പ്രഗ്നന്റ് എന്നുള്ള കാര്യവും പറയുന്നു. ഇതെന്തായാലും ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. ഇവളടുത്ത് ബാക്കി കാര്യങ്ങളും കൂടി ചോദിച്ച് മനസ്സിലാക്കണമെന്ന മട്ടില് ഗീത സംസാരിക്കാൻ വേണ്ടി തുടങ്ങുമ്പോഴേക്കും നമ്മുടെ സിദ്ധാർത്ഥ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. തന്റെ അമ്മ നീലിമയോടുമായി സംസാരിക്കുന്നത് കണ്ടുകൊണ്ട് ഓടിയിട്ടാണ് കേട്ടോ അങ്ങോട്ട് വരുന്നത്. വന്നോടത്തിന് അമ്മയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താ അമ്മേ, അമ്മയ്ക്ക് സുഖമില്ലേ? സിദ്ധാർത്ഥ് ചോദിക്കുന്നതിനൊന്നും മറുപടി പറയാൻ നിൽക്കാതെ ഗീത ചോദിക്കുന്നുണ്ട് കേട്ടോ, ഈ പെണ്ണ് എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇവള് ഗർഭിണിയാണെന്നാണോ? അതും ഗീത ദേഷ്യത്തോട് കൂടിയിട്ടാണ് കേട്ടോ ചോദിക്കുന്നത്. കേട്ടോടനെ തന്നെ സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, അവള് പറഞ്ഞതല്ല സത്യമാണെന്ന്. ഷീസ് പ്രഗ്നന്റ്, ഈ കുഞ്ഞിന്റെ അച്ഛൻ ഞാനാണെന്നുള്ള കാര്യം വ്യക്തമാക്കാണ് സിദ്ധാർത്ഥ്. ഗീതയ്ക്കാണെങ്കിൽ ഇത് കേട്ടിട്ട് ആകെ ഹൃദയം നിലച്ച പോലെ തോന്നുകയാണ് കേട്ടോ ചെയ്യുന്നത്. നീ എന്തൊക്കെയാ മോനെ പറയുന്നത്? ഇവളത് പറയുമ്പോഴേക്കും നീ അത് സമ്മതിക്കാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ, പിന്നെ അല്ലാതെ എന്റെ കുഞ്ഞാണ് അവളുടെ വയറ്റില് വളരുന്നത്, അത് ഞാൻ സമ്മതിക്കാതിരിക്കേണ്ട കാര്യം എന്താണ്? ഇതില് അമ്മയുടെ പ്രശ്നം എന്താണ്? എന്തായാലും അമ്മ ഞങ്ങൾ ഇറങ്ങുവാണ്. നമ്മൾ ഈ കാര്യത്തെ കുറിച്ച് കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ഇവൾക്ക് അത് സ്ട്രെയിൻ ആവും. ഇവൾ കൂടുതൽ സ്ട്രെയിൻ എടുക്കരുത് എന്നുള്ള കാര്യം ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സ്ട്രെയിൻ എടുത്താൽ അത് ഇവൾക്കും എന്റെ കുഞ്ഞിനും അത് പ്രശ്നമാണെന്നുള്ള കാര്യം സിദ്ധു പറയുകയാണേ. ഞാൻ ഇവളെ വീട്ടിൽ കൊണ്ടാക്കാൻ വേണ്ടി പോവാണ്. അമ്മ ചെന്ന് റെസ്റ്റ് എടുക്ക്. എന്തായാലും കാര്യങ്ങളൊക്കെ ഒന്ന് കലങ്ങി തെളിയട്ടെ, അത് കഴിഞ്ഞ് ഞാൻ ഇവളെയും കൊണ്ട് വീട്ടിലേക്ക് വരാം എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് സിദ്ധു നീലിമയും കൊണ്ട് അവിടുന്ന് പോവാണ് കേട്ടോ ചെയ്യുന്നത്. ഈ സിദ്ധാർത്ഥിന്റെ പ്രവൃത്തിയൊക്കെ കണ്ടിട്ട് ഗീത ആകെ ഇങ്ങനെ നിലച്ച പോലെ ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ. എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം അറിയാതെ കുറച്ചു സമയം കഴിഞ്ഞിട്ടാണ് ഗീത സ്വബോധത്തിലേക്ക് വരുന്നത്. അത് കഴിഞ്ഞാണ് അവര് ചിന്തിക്കുന്നത് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തെ കുറിച്ച്. എത്രയും വേഗം തന്നെ സിദ്ധുവിന്റെ അച്ഛനെ ഈ വിവരം അറിയിക്കണം എന്നുള്ള കാര്യം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ബോഡി ഗാർഡ്സിനൊപ്പം അവരവിടുന്ന് പോവാണ് കേട്ടോ ചെയ്യുന്നത്. അതേസമയം തന്നെ ഈ ലാവണ്യം ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിയുന്നുണ്ട് കേട്ടോ. അവളും ആകെ ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ ചെയ്യുന്നത്. ഈ സിദ്ധാർത്ഥ് ഈ നീലിമയെ ഗർഭിണിയാക്കിയെന്നോ, ഇത്രയും നാൾ ഞാൻ അവന്റെ പുറകെ നടന്നിട്ട് അവൻ എന്നെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ലല്ലോ, പക്ഷെ അവളുടെ കൂടെ അതിന് മാത്രം അവൾക്ക് എന്താ കൂടുതലുള്ളതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര ടെൻഷൻ അടിച്ച് ആകെ ദേഷ്യം പിടിച്ച് ഇങ്ങനെ നടക്കുവാണ് കേട്ടോ. അപ്പോ നീലിമയും സിദ്ധാർത്ഥും ജീവിതാവസാനം വരെ ഒന്നിച്ചു നിൽക്കുന്നു. അതെങ്ങനെ പറ്റുമോ? അപ്പൊ എന്റെ പ്രേമത്തിന് ഒരു വിലയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഭ്രാന്തിയെ പോലെ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ ലാവണ്യ. അത് കഴിഞ്ഞ് അവളെ കൈ കിട്ടുന്ന സാധനങ്ങളൊക്കെ വലിച്ചെറിയുന്നുണ്ട്. കുറച്ചു സമയം കഴിഞ്ഞപ്പോഴേക്കും ലാവണ്യ ഒന്ന് ശാന്തയാവുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഈ കുഞ്ഞ് ജനിച്ചാലല്ലേ നീലിമ എന്നേക്കുമായിട്ട് സിദ്ധുവിന്റെ കൂടെ ഉണ്ടാവുള്ളൂ. അതിന് ഈ കുഞ്ഞ് ജനിക്കില്ല. നിന്നെ ഇല്ലാതാക്കാൻ തന്നെ എനിക്ക് വളരെ എളുപ്പമാണ്. പിന്നെയാണോ നിന്റെ കുഞ്ഞിനെ? ഞാൻ ആരാണെന്ന് നീലിമ നീ കാണാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഒരു വെല്ലുവിളി നടത്തുന്ന രീതിയിലൊക്കെ സ്വയം പറഞ്ഞിങ്ങനെ നിൽക്കുവാണ് കേട്ടോ ലാവണ്യ. അതേസമയം സിദ്ധുവിന്റെ കാറിൽ ഇങ്ങനെ നീലിമ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നീലിമ അന്ന് നടന്ന കാര്യങ്ങളെ കുറിച്ചാണ് കേട്ടോ ചിന്തിക്കുന്നത്. തന്റെ അമ്മയോട് തനിക്ക് വേണ്ടിയിട്ട് സിദ്ധാർത്ഥ് എതിർത്ത് സംസാരിച്ചിരിക്കുന്നു. അങ്ങനെ ഭയങ്കര ദയനീയ ഭാവത്തോട് കൂടിയിട്ട് നീലിമ സിദ്ധുവിനെ നോക്കുന്ന സമയത്ത് സിദ്ധാർത്ഥിനും കാര്യമൊക്കെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. നീ ടെൻഷനൊന്നും ആവണ്ട എന്നും നിന്റെ അടുത്ത് ആരെന്ത് വന്ന് ചോദിച്ചാലും അവരെ എന്റെ അടുത്തേക്ക് വിട്ടേക്ക്, അവർക്കുള്ള മറുപടി ഞാൻ കൊടുത്തോളാം എന്നുള്ള കാര്യം പറയാണ് കേട്ടോ. അപ്പോഴേക്കും നീലിമയ്ക്ക് ചെറിയൊരു ആശ്വാസമാവുകയും നീലിമ ഇങ്ങനെ ആ എന്നുള്ള മട്ടിൽ തലയാട്ടും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. വീട്ടിലെത്തി കാറിൽ ഇറങ്ങിയ നീലിമയെ കോരി എടുത്തുകൊണ്ടാണ് കേട്ടോ നമ്മുടെ സിദ്ധു പോകുന്നത്. മല്ലികാമയും മറ്റു ജോലിക്കാരും എല്ലാവരും അവിടെ ഹാളിൽ തന്നെ ഉണ്ടായിരുന്നു. അശ്വിനും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അത്രയും പേര് അവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും അവരൊന്നും ശ്രദ്ധിക്കാണ്ട് നമ്മുടെ സിദ്ധു ആണെന്നുണ്ടെങ്കിൽ നീലിമയെ എടുത്തുകൊണ്ട് റൂമിലേക്ക് പോവാണ് കേട്ടോ ചെയ്യുന്നത്. എന്നാൽ അശ്വിനാണെന്നുണ്ടെങ്കിൽ
അപ്പൊ തന്നെ മല്ലികാമ്മയോട് ചോദിക്കുന്നുണ്ട് കേട്ടോ, അയ്യേ ഞാനിവിടെ ഒരു കുഞ്ഞു കുട്ടി നിൽക്കുന്നില്ലേ, എന്നിട്ടും അച്ഛനും അമ്മയും എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അപ്പോഴേക്കും നീലിമ അത് കേൾക്കുന്നുണ്ട്. നീലിമയ്ക്ക് ആകെ എന്തോ ചമ്മൽ പോലെ ആവുന്നുണ്ട് കേട്ടോ. എന്നാൽ മല്ലികാമ്മ അരികിലേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, അച്ഛനും അമ്മയും ഇങ്ങനെ സ്നേഹത്തോടു കൂടി നടക്കുന്നത് നല്ല കാര്യമല്ലേ, കുറച്ച് വലുതാകുന്ന സമയത്ത് നീയും കല്യാണം കഴിക്കൂലേ, അപ്പൊ നീയും നിന്റെ ഭാര്യയെ നന്നായിട്ട് നോക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയാണ് കേട്ടോ. എന്നാ ഇത് കേട്ട് അശ്വിൻ പറയുന്നുണ്ട് കേട്ടോ, എനിക്ക് മനസ്സിലായി പറഞ്ഞതൊക്കെ, പക്ഷെ ഞാൻ കല്യാണം കഴിക്കൊന്നുമില്ല, എനിക്ക് എന്റെ അമ്മയെ നോക്കണം എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും സിദ്ധാർത്ഥ് അശ്വിനെ നോക്കി പറയുന്നുണ്ട് കേട്ടോ, ഓഹോ അപ്പൊ നീ എന്നോട് മത്സരിക്കുകയാണല്ലേ, ശരി നടക്കട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുവാണേ. സിദ്ധാർത്ഥ് നേരെ നീലിമയും കൊണ്ട് റൂമിലേക്കാണ് കേട്ടോ പോകുന്നത്. റൂമിൽ ചെന്ന് നോക്കുന്ന സമയത്ത് റൂം ആകെ മാറിയിട്ടുണ്ട്. പിങ്ക് കളർ പെയിന്റ് ഒക്കെ അടിച്ച് ഫുൾ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് കേട്ടോ. ഇതിനു മുമ്പ് നീലിമയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് മാറ്റങ്ങൾ സിദ്ധു ആ റൂമിൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലും ഇത്രയും മാറ്റങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. സാധാരണ സിദ്ധുവിന് ഇഷ്ടപ്പെട്ട കളർ എന്ന് പറയുന്നത് ബ്ലാക്ക്, അതുപോലെ ഡാർക്ക് കളേഴ്സ് ആണ്. എന്നാൽ സിദ്ധുവിന്റെ ഇഷ്ടപ്പെട്ട ഒരു കാര്യങ്ങളും ആ റൂമിലില്ല, എല്ലാം നീലിമയ്ക്ക് വേണ്ടിയിട്ടാണ് അവിടെ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത്. സിദ്ധാർത്ഥിന് നീലിമയുടെ കരുതലിനെ കുറിച്ചിട്ട് നീലിമ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഒരുപാട് പാവക്കുട്ടികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ടാണ് റൂം അലങ്കരിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് നീലിമ സിദ്ധാർത്ഥിനടുത്ത് ചോദിക്കുകയാണ്, എന്താ സിദ്ധാർത്ഥ് റൂമിലെ ആസകലം കുഞ്ഞു കുട്ടികളൊക്കെ നിൽക്കുന്ന റൂം പോലെ ആക്കി വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുന്ന സമയത്ത്, അത് മറ്റൊന്നുമല്ല, ഞാൻ എന്റെ അടുത്ത് മല്ലികാമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ സമയത്ത് അമ്മ എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ ആയിരിക്കും കുഞ്ഞുങ്ങൾ ഉണ്ടാവുക എന്നുള്ള കാര്യത്തെ കുറിച്ച്. അപ്പോ അമ്മയ്ക്ക് സന്തോഷം ഉണ്ടെങ്കിൽ മാത്രമല്ലേ കുഞ്ഞുങ്ങൾക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഈ റൂമിൽ ഇത്രയും മാറ്റങ്ങൾ വരുത്തിയത്. മുമ്പ് ഞാൻ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്, പക്ഷെ അതൊക്കെ എന്റെ ഇഷ്ടപ്രകാരമായിരുന്നു, അതുകൊണ്ട് കാര്യമില്ലെന്ന് തോന്നി, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. എന്തായാലും നിനക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ മാറ്റാ എന്നുള്ള കാര്യം പറയാണ് കേട്ടോ. പറയാണ് കേട്ടോ. സിദ്ധാർത്ഥ് അങ്ങനെ ചോദിക്കുമ്പോഴും നീലിമ ചിന്തിക്കുന്നത് തനിക്ക് വേണ്ടിയിട്ട് സിദ്ധാർത്ഥ് ഇപ്പൊ എന്തും ചെയ്യും എന്നുള്ളൊരു രീതിയിലായിട്ട് മാറിയിട്ടുണ്ടല്ലോ, അതിനെക്കുറിച്ചാണ്. എനിക്ക് ഇഷ്ടമായി എന്നും സിദ്ധാർത്ഥ് എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എന്നാൽ എനിക്ക് സിദ്ധാർത്ഥിന് വേണ്ടിയിട്ട് ഒന്നും തിരിച്ചു ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, താങ്ക് യു സിദ്ധാർത്ഥ് എന്നൊക്കെ നീലിമ പറയാണ് കേട്ടോ. എന്നാ ഇത് കേട്ട സിദ്ധു പറയുന്നത് മറ്റൊന്നുമല്ല, എനിക്ക് വേണ്ടി നിനക്ക് വേണ്ടി എന്നുള്ള കാര്യമൊന്നും പറഞ്ഞ് പിരിച്ചു കാണരുത്, നീ നിന്റേതാണ് ഞാൻ നിന്റേതും, അതുകൊണ്ട് നമ്മൾ ഒന്നാണ്. സിദ്ധു അങ്ങനെ പറഞ്ഞത് കേൾക്കുമ്പോൾ നീലിമയ്ക്കും ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട് കേട്ടോ. നീലിമയും പറയുന്നുണ്ട്, ഇതിൽ കൂടുതൽ എനിക്ക് ഒന്നും വേണ്ട, സിദ്ധു എപ്പോഴും എന്റെ കൂടെ ഉണ്ടായാൽ മതി എന്ന് മാത്രമാണ് കേട്ടോ നീലിമ പറയുന്നത്. എനിക്ക് എന്ത് സന്തോഷമായി സിദ്ധു എന്നുള്ള കാര്യം അറിയുമെന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും സിദ്ധുവിനും ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട് കേട്ടോ. നീലിമയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് സിദ്ധാർത്ഥ് എന്തും ചെയ്യുന്നുള്ള മട്ടിലാണ് കേട്ടോ ഇപ്പൊ നടക്കുന്നത്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നീലിമയെ ബെഡിൽ കൊണ്ടുപോയിട്ട് ഇരുത്തുന്നത് സിദ്ധാർത്ഥ്. നീലിമയാണെങ്കിൽ ഇരുന്ന് ആ റൂമിലെ മാറ്റങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നീലിമ അത് കണ്ട് ആസ്വദിക്കുന്നത് കാണുമ്പോൾ സിദ്ധുവിന് ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ സിദ്ധുവിനാണെന്നുണ്ടെങ്കിൽ അവളുടെ വയറിലൊന്ന് ചുംബിക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട് കേട്ടോ. നീലിമയെ നോക്കിയിട്ട് സിദ്ധാർത്ഥിനാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് സുന്ദരിയായതുപോലെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പൊ സിദ്ധാർത്ഥ് ചിന്തിക്കുന്നത് അത് എനിക്ക് മാത്രം തോന്നുന്നതാണോ, അല്ലെങ്കിൽ ഇവള് ശരിക്കും ഒരു ദേവത തന്നെയാണോ? എല്ലാ കാമുകന്മാർക്കും കാമുകി എന്ന് പറയുമ്പോൾ ഭയങ്കര സൗന്ദര്യമുള്ള ഒരാളായിട്ട് തന്നെയാണല്ലോ തോന്നുക, അതുപോലെ തനിക്ക് തോന്നുകയാണോ എന്നുള്ള കാര്യമൊന്നും സിദ്ധാർത്ഥിന് അറിയില്ല. പക്ഷേ നീലിമ ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് സിദ്ധാർത്ഥിനെ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ കൊടുക്കാനൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. എന്നാൽ ഇപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് കുഞ്ഞിനെ എങ്ങനെ ബാധിക്കും എന്നുള്ള കാര്യം അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇങ്ങനെ നോക്കി നിന്ന് കഴിഞ്ഞാൽ ഞാൻ അറിയാതെ അത് ചെയ്തു പോകും എന്നുള്ള കാര്യമേ. സിദ്ധാർത്ഥ് നോക്കുന്നത് നമ്മുടെ നീലിമയെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. എന്താ സിദ്ധാർത്ഥ് ഇങ്ങനെ നോക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ചെറു പുഞ്ചിരിയോട് കൂടിയിട്ട് സിദ്ധാർത്ഥ് പറയുന്നുണ്ട് കേട്ടോ, ഞാൻ ഒരു ആർട്ടിക്കിളിൽ വായിച്ചിട്ടുണ്ട്, ഈ ഗർഭകാലത്ത് സ്ത്രീകൾക്ക് സൗന്ദര്യം കൂടും എന്നുള്ള കാര്യം, അതുപോലെ നിനക്ക് സൗന്ദര്യം കൂടിയിട്ടുണ്ട് എന്നുള്ള കാര്യം പറയാണ് കേട്ടോ. നീ ഗർഭിണി അല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും നിന്നെ പിടിച്ച് ഉമ്മ വെച്ചേനെ എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും നീലിമയ്ക്ക് നാണാവുന്നുണ്ട് കേട്ടോ. പക്ഷെ അപ്പോഴേക്കും നീലിമയുടെ മനസ്സിലേക്ക് കയറി വരുന്നത് ഗീത പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചാണ് കേട്ടോ. ഈ കാര്യങ്ങളൊക്കെ ഒരു ദിവസം എല്ലാവരും അറിയുകയും ഇതൊരു വലിയ പ്രശ്നമാവും എന്നുള്ള കാര്യമൊക്കെ നമ്മുടെ നീലിമയ്ക്കും അറിയാം. എന്തായാലും പണ്ടത്തെ പോലെ സിദ്ധാർത്ഥിനെ വിട്ടിട്ട് നീലിമയ്ക്ക് ഇനി എന്തായാലും പോകാൻ വേണ്ടി പറ്റത്തുമില്ലല്ലോ. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇതൊരു ദൈവനിശ്ചയം തന്നെയാണ്. സിദ്ധു നീലയും തമ്മിൽ പിരിയരുത് എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ദൈവം ഒരു കുഞ്ഞിനെ തന്നിരിക്കുന്നത്. ഇനിയിപ്പോ എന്തൊക്കെയാണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത്? എന്തായാലും ഗീത ഭയങ്കര ദേഷ്യത്തിലാണല്ലോ പോയിരിക്കുന്നത്. ഒരു പക്ഷെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോ ഗീത എന്തെങ്കിലും ചെയ്യോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് കേട്ടോ നീലിമ ചിന്തിക്കുന്നത്. അങ്ങനെങ്കിലും സിദ്ധുവിനെ തന്നിൽ നിന്ന് പിരിക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ള കാര്യം ചിലപ്പോൾ അവർ നോക്കാനുള്ള സാധ്യത ഉണ്ടല്ലോ. ആ കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് കേട്ടോ നീലിമ ചിന്തിക്കുന്നത്. നീലിമ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിലും മറുവശത്ത് എന്തായാലും സിദ്ധാർത്ഥന്റെ ചോരയാണല്ലോ തന്റെ വയറ്റിൽ വളരുന്നത്. ആ കുഞ്ഞിനോട് ഒരു വാത്സല്യം എന്തായാലും ഗീതയ്ക്ക് ഉണ്ടാവുമല്ലോ എന്നുള്ള കാര്യം ചിന്തിക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ടും നീലിമയ്ക്ക് അതൊന്നും അല്ല കേട്ടോ, ഇങ്ങനെ മനസ്സിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്, വേറെ വേറെ കാര്യങ്ങൾ ചിന്തിക്കുകയാണേ. കുടുംബത്തിന്റെ അഭിമാനമൊക്കെ ഓർത്തിട്ട് ഈ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചാലോ എന്നുള്ള കാര്യം കൂടി നീലിമ ചിന്തിക്കുന്നുണ്ടേ. അത് മാത്രമല്ല ദൈവത്തിനടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്, എന്റെ കുഞ്ഞിനൊന്നും സംഭവിക്കരുത്, എനിക്ക് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും കുഴപ്പമില്ല, പക്ഷെ എന്റെ മക്കൾക്കൊന്നും സംഭവിക്കാൻ വേണ്ടി പാടില്ല, അതെനിക്ക് സഹിക്കാൻ വേണ്ടി പറ്റില്ല.
ഇല്ല, എന്റെ മക്കൾക്ക് ഒന്നും സംഭവിക്കില്ല, എല്ലാം സിദ്ധാർത്ഥ് നോക്കിക്കോളും എന്നൊക്കെ മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. അങ്ങനെ നീലിമ എന്തൊക്കെയോ ചിന്തിക്കുന്നുണ്ടെന്നുള്ള കാര്യം സിദ്ധാർത്ഥ് മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നീലിമ ഇങ്ങനെ ചിരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോഴേക്കും സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, നീലിമ കിടന്നോ, ഞാൻ ഇപ്പൊ വരാ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ് കേട്ടോ. ഓഫീസിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വരാ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അവിടുന്ന് ഇറങ്ങുന്നത്. അങ്ങനെ ആ ദിവസം മൊത്തം അങ്ങനെ കടന്നുപോയി. വൈകിട്ടാവാണ്. തിരക്കുകളൊക്കെ കഴിഞ്ഞ് സിദ്ധു വീട്ടിലേക്ക് തിരിച്ചെത്തുവാണ് കേട്ടോ ചെയ്യുന്നത്. നീലിമയ്ക്ക് അരികിൽ വന്ന് കിടക്കുന്നുണ്ട്. എന്നാൽ നീലിമയാണെന്നുണ്ടെങ്കിൽ അന്ന് നടന്ന സംഭവങ്ങളെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. പക്ഷെ ഇടയിലൊന്ന് മയങ്ങി പോകുന്നുണ്ട് കേട്ടോ. ആ മയക്കത്തിൽ നീലിമയാണെന്നുണ്ടെങ്കിൽ ഒരു സ്വപ്നം കാണുകയും പെട്ടെന്ന് ഞെട്ടി എണീക്കുകയും ചെയ്യാണ് കേട്ടോ. ഞെട്ടി എണീറ്റതിന് ശേഷം നീലിമയുടെ മനസ്സിലൂടെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ മനസ്സിങ്ങനെ വിഷമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തന്റെ കുഞ്ഞിനെയും ബാധിക്കും എന്നുള്ള കാര്യം നീലിമയ്ക്ക് തോന്നി തുടങ്ങി കേട്ടോ. അതുകൊണ്ട് തന്നെ നീലിമയുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ സിദ്ധുവിനോട് തുറന്നു പറയാ എന്ന് നീലിമ മനസ്സിൽ ഉറപ്പിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഉറങ്ങിക്കിടക്കുന്ന സിദ്ധാർത്ഥിനെ വിളിപ്പിക്കുകയാണ് കേട്ടോ. ഞാൻ സിദ്ധുവിന്റെ അടുത്ത് ഒരു കാര്യം ചോദിക്കട്ടെ എന്നുള്ള കാര്യമാണ് കേട്ടോ നീലിമ ഉണർന്ന ഉടനെ തന്നെ ചോദിക്കുന്നത്. ആ എന്താന്ന് വെച്ചാൽ പറ എന്ന് സിദ്ധുവും പറയുന്നുണ്ട്. സിദ്ധാർത്ഥിന്റെ അച്ഛനും അമ്മയും എന്നെയും കുഞ്ഞിനെയും സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഒന്നെങ്കിൽ എന്നെ അല്ലെങ്കിൽ അവരെ, ഇതില് ആരെങ്കിലും ഒരാളെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അവർ പറയുന്ന സമയത്ത് സിദ്ധു എന്ത് ചെയ്യുന്നുള്ള കാര്യം ചോദിക്കാണ് കേട്ടോ. ആ ചോദ്യം കേൾക്കുമ്പോഴേക്കും നമ്മുടെ സിദ്ധാർത്ഥിനും ആകെ അസ്വസ്ഥതയാവുന്നുണ്ട് കേട്ടോ. കിടക്കുമായിരുന്നു. ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സിദ്ധാർത്ഥിനെയാണല്ലോ എഴുന്നേപ്പിച്ചത്. ആ ചോദ്യത്തോട് കൂടിയിട്ട് നമ്മുടെ സിദ്ധാർത്ഥിന്റെ ഉറക്കം പോവാണ് കേട്ടോ ചെയ്യുന്നത്. അതേസമയം നീലിമയുടെ മനസ്സിലുള്ള അസ്വസ്ഥതയും നമ്മുടെ സിദ്ധു മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. നീലിമ ഈ ചോദ്യം ചോദിച്ചത് കണ്ണുകളിലൂടെ ഇങ്ങനെ വെള്ളം ഒഴുക്കിക്കൊണ്ടായിരുന്നു കേട്ടോ. അത് കണ്ട സിദ്ധാർത്ഥാണെങ്കിൽ നീലിമയ്ക്ക് അരികിലേക്ക് ചെന്നിട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്നത്, ഇങ്ങനൊരു ചോദ്യത്തിന്റെ ആവശ്യമില്ല. എനിക്കിപ്പോ എന്റെ ഫാമിലി എന്ന് പറയുന്നത് നീയും മക്കളും ആണ്. എന്റെ അച്ഛനും അമ്മയും കാര്യങ്ങൾ മനസ്സിലാക്കും. അവരെക്കാൾ കൂടുതൽ ആവശ്യം എന്നെ നിങ്ങൾക്കാണ്. എന്റെ ഭാര്യയും എന്റെ കുഞ്ഞുങ്ങളെയും നല്ല രീതിയിൽ നോക്കേണ്ടത് എന്റെ ചുമതലയല്ലേ? അത് ചെയ്യാതെ എനിക്ക് അവരുടെ കൂടെ പോവാൻ വേണ്ടി പറ്റുമോ? ഒരിക്കലും ഞാൻ നിന്നെയും മക്കളെ വിട്ട് പോകില്ല എന്നുള്ള കാര്യം കൂടി സിദ്ധാർത്ഥ് പറയാണ് കേട്ടോ. അത് കഴിഞ്ഞ് നീലിമയ്ക്ക് തന്നെ തോന്നുന്നുണ്ട് കേട്ടോ, ഈ ചോദ്യം സിദ്ധാർത്ഥിനെ വല്ലാതെ വിഷമിച്ചു എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇത്രയൊക്കെ ആയിട്ടും സിദ്ധുവിനെ താൻ മനസ്സിലാക്കുന്നില്ല എന്നുള്ള രീതിയിലായി പോയല്ലോ ഈ ഒരു ചോദ്യം. അതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥിന്റെ അടുത്ത് സോറി പറയാണ് കേട്ടോ നീലിമ. സോറി പറഞ്ഞതിന് ശേഷം എന്നെ തെറ്റിദ്ധരിക്കരുത് എന്നും എനിക്കിപ്പോ വല്ലാത്ത മൂഡ് സ്വിങ്സ് ആണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഓരോരോ ചിന്തകളിൽ ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചു പോകുന്നുള്ള കാര്യം പറയാണ്. ഇത് കേട്ട ഉടനെ തന്നെ സിദ്ധാർത്ഥ് നീലിമ മനസ്സിലാക്കിക്കൊണ്ട് പറയുന്നുണ്ട് കേട്ടോ, നീ ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടേണ്ട ഒരു കാര്യമില്ല. അത് നിനക്ക് കൂടുതൽ ബുദ്ധിമുട്ടാവത്തേ ഉള്ളൂ. എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും. നീ സമാധാനമായിട്ട് കിടന്നോ. ഒരു കാരണവശാലും നിന്നെയും മക്കളെയും വിട്ട് ഞാൻ എങ്ങോട്ടും പോവില്ല. അതും സിദ്ധാർത്ഥ് നീലിമയുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. അത് കേട്ട ഉടനെ തന്നെ സിദ്ധാർത്ഥിനെ കെട്ടിപ്പിടിച്ചിട്ട് നെഞ്ചിൽ ചാരി കിടക്കുവാണ് കേട്ടോ. ആ നെഞ്ചിൽ കിടന്നുകൊണ്ട് നമ്മുടെ നീലിമ ഉറങ്ങുവാണ്. അന്ന് സുഖമായിട്ട് ഇറങ്ങി. പിറ്റേ ദിവസം രാവിലെ സിദ്ധു എണീക്കുന്നതിന് മുമ്പ് തന്നെ നീലിമ എണീക്കുന്നു. നീലിമ എഴുന്നേറ്റ് നേരെ അടുക്കളയിലേക്കാണ് കേട്ടോ ചെല്ലുന്നത്. അടുക്കളയിൽ നമ്മുടെ മല്ലികാമ ഉണ്ടായിരുന്നു. മല്ലികാമ കണ്ട ഉടനെ തന്നെ നീലിമയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇന്ന് മോള് നേരത്തെ എഴുന്നേറ്റോ, എന്താ വിശക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, ഇല്ല മല്ലികാമയെ, എഴുന്നേറ്റപ്പോ ഞാൻ ഇങ്ങോട്ട് പോകുന്നേ ഉള്ളൂ. അപ്പോഴേക്കും മല്ലികാമ ആണെങ്കിൽ ഒരു ചായ ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. തുടർന്ന് നീലിമ മല്ലികാമയുടെ അടുത്ത് പറയുന്നത്, വീട്ടിലിരുന്ന് മല്ലികാമ എനിക്ക് ബോറടിക്കുന്നു, ഞാൻ ഓഫീസിൽ പോയാൽ കൊള്ളാം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. മല്ലികാമ എനിക്ക് ഉച്ചയ്ക്കുള്ള ഭക്ഷണം പാക്ക് ചെയ്ത് തന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇത് കേട്ട ഉടനെ തന്നെ മല്ലികാമയ്ക്കാണെന്നുണ്ടെങ്കിൽ ഓഫീസിൽ പോകേണ്ട, കാരണം ഇത്രയും അധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണല്ലോ, അതുകൊണ്ട് പോകണ്ട എന്ന് പറയണമെന്നുണ്ടെങ്കിലും മല്ലികാമ ഇപ്പോഴും അവിടുത്തെ വേറെ ഒരു ജോലിക്കാരിയാണല്ലോ, അതുകൊണ്ട് തന്നെ അവർക്കത് പറയാനുള്ള അധികാരം ഇല്ല എന്നൊക്കെ ചിന്തിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ സിദ്ധു ആണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നീലിമ പറഞ്ഞത് കേട്ടുകൊണ്ടാണ് സിദ്ധാർത്ഥ് അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. നീലിമ, നീ പറയുന്നത് കേട്ടു എന്നും, ഇപ്പൊ നീ എന്തിനാ ഓഫീസിലേക്ക് പോകുന്നത്? ഇത് കേട്ട ഉടനെ തന്നെ നമ്മുടെ നീലിമ പറയുന്നുണ്ട്, സൂര്യയുടെ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടില്ല, അത് നീലിമ ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. നമ്മുടെ പിടിപ്പേട് കൊണ്ട് ഒരിക്കലും അവന്റെ ഭാവി നശിക്കരുതല്ലോ എന്നുള്ള കാര്യത്തെ കുറിച്ചാണ്. എന്നാൽ നീലിമയുടെ സംസാരം കേൾക്കുമ്പോൾ ദേഷ്യമാണ് കേട്ടോ വരുന്നത് സിദ്ധാർത്ഥിന്. നീലിമ, നിനക്ക് നമ്മുടെ കുഞ്ഞിനേക്കാൾ വലുതാണോ ഓഫീസിലെ കാര്യങ്ങൾ? അവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ഞാൻ വേറെ ആളെ വെച്ചോളാം എന്നുള്ള കാര്യം പറയുമ്പോൾ, അതല്ല സിദ്ധാർത്ഥ്, എനിക്ക് ഇവിടെ ഇരുന്ന് ബോറടിച്ചു, ഞാൻ അവിടെ ഇരുന്ന് ശ്രദ്ധിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട്. ഒരുപാട് ടെൻഷൻ അടിക്കുന്ന ജോലിയൊന്നും ചെയ്യില്ല പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് അപേക്ഷിക്കുന്ന രീതിയിലൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ നമ്മുടെ നീലിമ അങ്ങനെ ചോദിച്ചത് കേൾക്കുമ്പോഴേക്കും പിന്നെ സിദ്ധാർത്ഥിന് തിരിച്ച് ദേഷ്യത്തോടു കൂടി ഒന്നും പറയാൻ തോന്നിയില്ല കേട്ടോ. എന്നാൽ സിദ്ധാർത്ഥം മിണ്ടാതിരിക്കുന്നത് കണ്ടപ്പോഴേക്കും നീലിമ അത് സമ്മതത്തിൽ ആ ഒരു സമ്മതം മൂളി എന്നുള്ള മട്ടിൽ എടുത്തിട്ട്, ഓക്കെ സിദ്ധാർത്ഥ്, എന്തായാലും ഞാൻ ഓഫീസിലേക്ക് പോവുകയാണ്. ഈവനിങ് ഞാൻ വർക്ക് ടൈം കഴിഞ്ഞ് ഒരു മിനിറ്റ് പോലും അവിടെ നിൽക്കില്ല, പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നോളാം. അങ്ങനെ നീലിമ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പറയുന്നത് കേൾക്കുമ്പോൾ ശരിയെന്ന് സിദ്ധാർത്ഥം പറയാണ് കേട്ടോ. നീ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ ചെയ്യണം, ആരോടും കൂടുതൽ വഴക്കിടാനൊന്നും നിൽക്കരുത്, അവിടെ ജോലി കഴിഞ്ഞ ഉടനെ തന്നെ ഇവിടെ എത്തിയേക്കണം. ഇതെല്ലാം കണ്ടിട്ട് മല്ലികാമയ്ക്ക് ഭയങ്കര അത്ഭുതമാണ് കേട്ടോ തോന്നുന്നത്. നീലിമ അത്രയും പറഞ്ഞത് കൊണ്ട് മാത്രമാണ് സിദ്ധാർത്ഥ് സമ്മതിച്ചെന്നുള്ള കാര്യം മല്ലികാമയ്ക്ക് മനസ്സിലായി. അപ്പോഴും സിദ്ധാർത്ഥിന്റെ മുഖത്ത് ചെറിയൊരു ദേഷ്യഭാവം ഉണ്ട് കേട്ടോ. പണ്ടൊക്കെ സിദ്ധാർത്ഥ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മറുത്ത് ആരും ഒന്നും ചെയ്യുന്നത് പോലും സിദ്ധാർത്ഥന് ഇഷ്ടമല്ല, എല്ലാവർക്കും പേടിയാണല്ലോ, അതുകൊണ്ട് ആരും ചെയ്യത്തൂല്ല. എന്നാൽ ഇപ്പൊ നീലിമയാണെന്നുണ്ടെങ്കിൽ സിദ്ധാർത്ഥന്റെ സ്വഭാവമൊക്കെ ആകെ മാറ്റിയിരിക്കുന്നു. അതിനെക്കുറിച്ചൊക്കെ മല്ലികാമ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്.
അപ്പോഴും അശ്വിൻ കണ്ണൊക്കെ തിരുമിയിട്ട് എഴുന്നേറ്റ് വരുന്നത്. അശ്വിൻ വന്ന ഉടനെ തന്നെ കഴിഞ്ഞ രാത്രി കണ്ട സ്വപ്നത്തെ കുറിച്ചാണ് കേട്ടോ പറയുന്നത്. കുഞ്ഞുവാവനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അച്ഛനും അമ്മയും പോയി, പക്ഷെ എന്നെ കൊണ്ടുപോയില്ല. അതെന്താ അമ്മ എന്നെ കൊണ്ടുപോകാൻ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും നീലിമ പറയുന്നുണ്ട്, അമ്മ എവിടെ പോവാണെന്നുണ്ടെങ്കിൽ മോനും കൊണ്ടുപോകും. കുഞ്ഞുവാവ വരുന്ന സമയത്ത് മോനും അമ്മയുടെ കൂടെ ഉണ്ടാവും എന്ന് പറയാം കേട്ടോ. അത് കേൾക്കുമ്പോൾ അശ്വിന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് എല്ലാവരും കൂടി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവിടുന്ന് പോവാണ് കേട്ടോ ഓരോ വഴിക്ക്. നീലിമ ഓഫീസിലേക്ക് ഓട്ടോയിൽ പോകാന്നാട്ടോ വിചാരിച്ചത്. പക്ഷെ സിദ്ധാർത്ഥ ആണെന്നുണ്ടെങ്കിൽ കാറുമായിട്ട് നീലിമയെ വെയിറ്റ് ചെയ്യാണ്. സിദ്ധാർത്ഥിന്റെ അടുത്ത് പറയുമ്പോൾ സിദ്ധാർത്ഥ ഒരിക്കലും സമ്മതിക്കില്ലല്ലോ. കാറിൽ തന്നെ നീലിമയെ കൊണ്ടുപോയിട്ട് ഓഫീസിൽ വിടുകയാണ്. ഓഫീസിൽ സിദ്ധാർത്ഥ തന്നെ കൊണ്ടുവിടുന്നത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗീത ആ കാര്യം അറിയട്ടോ. കാരണം എന്താ വെച്ചാൽ ഗീതയ്ക്ക് ആ ഓഫീസിൽ നല്ല ഹോൾഡ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥിന്റെ അരികിൽ നിന്ന് താൻ പോകാൻ വേണ്ടിയിട്ട് വേറെ ആരെങ്കിലും വെച്ചിട്ട് എന്തെങ്കിലും ഒപ്പിക്കോ എന്നുള്ള പേടിയും നമ്മുടെ നീലിമയ്ക്ക് ഉണ്ട് കേട്ടോ. എന്നാൽ നീലിമയാണെന്നുണ്ടെങ്കിൽ ഇനി അവരെന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാലും താൻ ഒരിക്കലും സിദ്ധുവിനെ വിട്ടു പോവില്ല എന്നുള്ളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു മനസ്സിൽ. തന്നിൽ നിന്ന് സിദ്ധാർത്ഥിനെ അകറ്റാൻ വേണ്ടിയിട്ട് ആര് ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും അതിന് താൻ അനുവദിക്കില്ല എന്നുള്ള കാര്യം തന്നെ തീരുമാനിക്കുകയാണ് കേട്ടോ. സിദ്ധാർത്ഥിനെ വിട്ടിട്ട് നീലിമയ്ക്ക് പോകാൻ വേണ്ടി പറ്റില്ല. കാറിൽ നിന്ന് ഓഫീസിലേക്ക് പോകാൻ പോലും നമ്മുടെ നീലിമയ്ക്ക് തോന്നുന്നില്ല കേട്ടോ. പക്ഷെ എന്ത് ചെയ്യാനാണ്, വീട്ടിലിരുന്ന് ബോറടിച്ചല്ലോ. അതുകൊണ്ടാണ് ഓഫീസിലേക്ക് പോകാമെന്ന് തന്നെ കരുതിയത്. അങ്ങനെ നീലിമ ഓരോന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതോട് കൂടിയിട്ടാണ് അദ്ദേഹം 213 വിശേഷം അവസാനിക്കുന്നത്. ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിന് കമന്റ് ചെയ്യണേ. താങ്ക്